നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. റിയാദിലെ പൊതുയിടങ്ങളിലും പാർക്കുകളിലുമായി 1600 AI ക്യാമറകൾ സ്ഥാപിച്ചതായി മുനിസിപ്പാലിറ്റി. പൊതുസുരക്ഷ ഉറപ്പാക്കാനും പൊതുസമ്പത്തുകൾ സംരക്ഷിക്കാനും വേണ്ടിയാണ് സ്മാർട്ട് സർവൈലൻസ് സിസ്റ്റം കൊണ്ടുവന്നത്. ഇതിലൂടെ നഗരവാസികളുടെയും സന്ദർശകരുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ഡ്രൈവർമാരുടെ യൂണിഫോമിൽ മാറ്റം വരുത്തി ദുബായ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. പരിസ്ഥിതി സൗഹൃദമായ തുണിത്തരങ്ങൾ ഉപയോഗിച്ചുള്ള യൂണിഫോമുകളാകും ഇനി മുതൽ ടാക്സി ഡ്രൈവർമാർ ധരിക്കുക. ഡ്രൈവർമാരുടെ ക്ഷേമത്തിനും പരിസ്ഥിതിയോടുള്ള പ്രതിബദ്ധതയുടെയും ഭാഗമായാണ് പുതിയ മാറ്റമെന്ന് RTA വ്യക്തമാക്കി. മക്ക ഗ്രാൻഡ് മോസ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥനുമായി തർക്കത്തിൽ ഏർപ്പെടുന്ന തീർത്ഥാടകന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്ക് വഴിമാറിയിരുന്നു. വീഡിയോയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥനുമായി ഒരാൾ തർക്കത്തിൽ ഏർപ്പെടുകയും തുടർന്ന് ഇയാളെ പിടിച്ചു മാറ്റുന്നതും കാണാം. ഒരു സ്ത്രീയെയും സുരക്ഷാ ഉദ്യോഗസ്ഥൻ പിടിച്ചു മാറ്റുന്നത് ദൃശ്യങ്ങളിലുണ്ട്. 1 വർഷം പഴക്കമുള്ള പ്രവാസിയുടെ അസ്ഥികൂടം സൗദി അറേബ്യയിൽ കണ്ടെത്തി. ബംഗ്ലാദേശ് സ്വദേശിയായ ഷഫീഖ് ബി സാസിദിന്റെ മൃതദേഹ അവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയത്. ഇയാൾക്കെതിരെ ജോലിയിൽ നിന്നും ഒളിച്ചോടിയതിന് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നതായി സൗദി പോലീസ് വ്യക്തമാക്കി. ഉദ്ദേശം 48 വയസ്സോളം പ്രായമാണ് മൃതദേഹത്തിന് കണക്കാക്കുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടി കേൾക്കൂ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ അപ്ഡേറ്റ്സ്.